കൊല്ലം തൃക്കരുവയിൽ 20ഓളം പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ചത്ത നായയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. AV ജയശങ്കർ നൽകും വിശദാംശങ്ങൾ. ജയശങ്കർ, ഈ തെരുവ് നായയുടെ കടിയേറ്റ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയൊക്കെ നൽകിയതല്ലേ? ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ? അതായത് ശ്രുതി, 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ തൃക്കടൂർ മേഖലയിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ തെരുവുനായക്ക് പേവിഷബാധ ഉണ്ടെന്നൊരു സ്ഥിരീകരണം വരുന്നത്. ഈ നായയെ ആക്രമണത്തിന് പിന്നാലെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നായയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. 20ഓളം പേരെയാണ് ഈ തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു വയോധികയൊക്കെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. ആദ്യഘട്ടത്തിൽ 10ഓളം പേർക്കും പിന്നീടാണ് ഈ നായ പരക്കെ കൂടുതൽ ആളുകൾ ആക്രമിച്ചത്. എന്തായാലും ഈ കടിയേറ്റ ആളുകളുടെ നില ഗുരുതരമായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ തെരുവുനായക്ക് ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ച് അത് വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നായയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ പേവിഷബാധയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ശരി, തൃക്കരവയിലാണ് 20ഓളം പേരെ തെരുവുനായ കടിച്ചത്.